ലാബി കാണിച്ചല്ലോ നിങ്ങൾക്ക് എന്താണ്. അല്ലല്ലല്ല, ഇതല്ല വേണ്ടത്, ഇതല്ല വേണ്ടത്. അയ്യോ ചമ്മിപ്പോ, ഇപ്പൊ ചമ്മിപ്പോ. ഇതെടുക്ക്. ഡോഗ്സിൽ കണ്ടുവരുന്ന വേറൊരു പ്രശ്നമാണ് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇവരുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ റെഡ് കളർ റാഷസ് ഒക്കെ കാണാനായിട്ട് പറ്റും. കാരണം ഇത് അത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതാണ് നമ്മുടെ ലിയോ ലാബിയുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ബോക്സ്. വാട്ട്സ് ഇൻ ലിയോ ലാബീസ് ബാഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇതിനുള്ളിൽ മൊത്തം ലിയോ ലാബിയുടെ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എടുക്കണം. അപ്പൊ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡോഗ്സിന് യൂസ് ചെയ്യുക, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലാബി നമുക്കിത് തുറക്കാം. തുറന്നേ ലാബി, തുറന്നേ. എന്ത് സാധന വേണ്ടത്? ലാബി കാണിച്ചല്ലോ നിങ്ങൾക്ക് എന്താണ്. അല്ലല്ലല്ല, ഇതല്ല വേണ്ടത്, ഇതല്ല വേണ്ടത്. അയ്യോ ചമ്മിപ്പോ, ഇപ്പൊ ചമ്മിപ്പോ. ഇതെടുക്ക്. അതാണ് നമുക്ക് ഇന്ന് വേണ്ടത്. ഇനി നിന്റെ തരാൻ പറ്റില്ല. ഇനി നമുക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. യെസ്. അപ്പൊ ഈ ഒരു ഫ്ലിമാറ്റിക് പ്രോ സ്കിൻ ഓയിലിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇത് യൂസ് ചെയ്യുന്ന രീതിയും കൂടി വീഡിയോയിൽ കാണിക്കണമെന്ന്. അതാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ. അപ്പൊ ഈ ഫ്ലിമാറ്റിക് പ്രോ സ്കിൻ ഓയിൽ എന്ന് പറയുന്നത് ഒരു ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നീമാണ്. നീമിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് നീം. അപ്പൊ ഈ ഒരു ഫ്ലിമാറ്റിക് പ്രോ സ്കിൻ ഓയിൽ ഇവർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പൊ മിക്ക വെറ്റിനറി ഡോക്ടേഴ്സും ഡോഗ്സിന് ഈ ഒരു ഓയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം നാച്ചുറൽ ആണ് ഇത്. ഇതിൽ നീമിനെ കൂടാതെ തന്നെ മറ്റു ചില നാച്ചുറൽ ഓയിൽസും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് 100% ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് സ്കിൻ പ്രശ്നങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഹെയർ ലോസ്. അത് ഇപ്പം ഡോഗ്സിന് ഉള്ള ഒരു പ്രശ്നമാണ് ഹെയർ ലോസ്. നല്ല രീതിയിൽ ഹെയർ പോവുക. അപ്പം അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഡാൻഡ്രഫും അതേപോലെ തന്നെ സ്കിൻ ഡ്രൈനെസ്സും, ഇത് രണ്ടും ഉണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഡാൻഡ്രഫും ഡ്രൈനെസ്സും എന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ ചൊറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ ബോഡി നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വെള്ള നിറത്തിൽ ഇങ്ങനെ പൊടിയായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലും നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ഫ്ലിമാറ്റിക് പ്രോ സ്കിൻ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഡോഗ്സിൽ കണ്ടുവരുന്ന വേറൊരു പ്രശ്നമാണ് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇവരുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ റെഡ് കളർ റാഷസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇവരുടെ ബോഡിയിൽ ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ടുള്ള റാഷസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇച്ചി, നല്ല രീതിയിൽ ചൊറിയാം. അതെന്താ ലിയോ, അത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലിയോന് അമ്മേനെ ഒന്ന് സ്നേഹിക്കണമെന്ന് തോന്നി. അപ്പൊ അമ്മേന്റെ അടുത്തൊന്ന് പോയി വന്നതാ. ഓക്കെ. പിന്നെ ഡോഗ്സിൽ കാണുന്ന വേറൊരു പ്രശ്നമാണ് ഫ്ലീസിന്റെയും ടിക്സിന്റെയും ശല്യം. അപ്പം നാച്ചുറൽ ടിക് റിപ്പല്ലന്റ് ആണ് നീം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ ടിക്സ് ഒക്കെ കൂടുതലുള്ള ഡോഗ്സിന് നിങ്ങൾ വേപ്പെണ്ണയൊക്കെ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് ഈ ഒരു ഫ്ലിമാറ്റിക് സ്കിൻ ഓയിൽ യൂസ് ചെയ്താലും കിട്ടുന്നത്. അപ്പോൾ ടിക്സ് ഒക്കെ ഉള്ള ഡോഗ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന വേറൊരു കണ്ടീഷനാണ് മൊസ്കിറ്റോ ബൈറ്റ്സ്. അതായത് കൊതുക് ശല്യത്തിന്റെ കേസിൽ നമുക്ക് ഈ ഒരു ഓയിൽ
യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ മൊസ്കിറ്റോ ബൈറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോന്റെ അകത്ത് ഈ ഒരു ഫ്ലിമാറ്റിക് ഓയിലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 to 4 days നമുക്ക് കൊതുകുന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അപ്പൊ നല്ലൊരു മൊസ്കിറ്റോ റിപ്പല്ലന്റും കൂടിയാണ് ഈ ഒരു ഫ്ലിമാറ്റിക് പ്രോ സ്കിൻ ഓയിൽ. ഇതൊന്നും കൂടാതെ വേറൊരു ആവശ്യത്തിനും കൂടി നമുക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാം. നല്ല ഷൈനിങ് ആൻഡ് സോഫ്റ്റ് കോട്ട് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ലിയോ ലാവിക്ക് ഈ ഒരു ഫ്ലിമാറ്റിക് പ്രോ സ്കിൻ ഓയിൽ 10 days കൂടുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ലിയോ ലാവിന്റെ ഒരു സ്കിൻ സീക്രട്ട് തന്നെയാണ് ഈ ഒരു ഫ്ലിമാറ്റിക് പ്രോ സ്കിൻ ഓയിൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നീം അല്ലാതെ മറ്റു ചില നാച്ചുറൽ ഓയിലും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന്. അത് കൂടാതെ തന്നെ ഇതിലുള്ള വേറെ ഇൻഗ്രീഡിയൻസ് ആണ് ആവണക്കെണ്ണയും അതേപോലെ തന്നെ കർപ്പൂരവും. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഈ ഒരു ഫ്ലിമാറ്റിക് പ്രോ സ്കിൻ ഓയിൽ 6 ആഴ്ച കഴിഞ്ഞ പപ്പീസ് മുതൽ അഡൾട്ട് ആയിട്ടും സീനിയർ ആയിട്ടുള്ള ഡോഗ്സിന് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിവിടെ ലിയോ ലാവിക്ക് യൂസ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആദ്യം ഇത് അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ ഇവർക്ക് 2 പേർക്കും ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാനത് ആദ്യം ചെയ്യട്ടെ. കോംബ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലാവിന്റെ കോംബ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ലാവിക്ക് ഹെയർ ലോസ് ഒന്നുമില്ല. ഇത് സാധാരണ എല്ലാ ഡോഗ്സിനും നോർമൽ ആയിട്ട് പോകുന്ന അത്രയും ഹെയറേ പോയിട്ടുള്ളൂ, വളരെ ചെറിയ രീതിയിൽ. കണ്ടോ, ഇനി നമുക്ക് നമ്മുടെ ലിയോ കുട്ടനെ ചെയ്യാം. ലിയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലിയോന്റെ കോമ്പിങ്ങും ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അല്ലേ ലിയോ? അല്ലേ ലിയോ? ലിയോനെ കോംബ് ചെയ്ത് കഴിഞ്ഞപ്പോ കണ്ടോ, ലിയോന് അങ്ങനെ തീരെ ഹെയർ പോകുന്നില്ല. നമ്മുടെ ലാവിനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കിട്ടിയത്. സാധാരണ ലിയോനെയാണ് കിട്ടാറുള്ളത്. ലിയോ എവിടേക്കോ പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ലാവിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്കിത് ഓൺ ചെയ്യാം. ഇത് നമുക്കൊന്ന് തുറക്കാം. ഇതിന്റെ സ്മെല്ല് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മൊത്തം ഹെർബൽ പ്രൊഡക്റ്റുകളാണ്. കർപ്പൂരം ഉണ്ട്, വേപ്പുണ്ട്, അതേപോലെ ഇത് ആവണക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ലൊരു സ്മെല്ല്, അതായത് നമ്മുടെ ഹെയർ ഓയിലിന്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിങ്ങനെ കുറച്ചെടുത്തിട്ട് നമുക്ക് ലാവിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലേ ലാവി? എന്റെ ബാലഗോപാലനെ എന്നതിപ്പിക്കുമ്പം പാടേടി. അല്ലേ ലാവി? ഇവരെ കാണിച്ചു കൊടുക്കുക. ഞാൻ എല്ലാവർക്കും ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞേ. മറ്റേ കൈ കാണിച്ചില്ലേ? ഹെയറിലല്ലാതെ തന്നെ ഇവരുടെ ഇങ്ങനെ അടിഭാഗത്തും നമുക്കിത് അപ്ലൈ ചെയ്യാം. ഫ്ലാറ്റ്. വെരി ഗുഡ്. അപ്പൊ ഒരാൾക്ക് നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തു. ആള് ഒരു ഉറക്കത്തിലാണ്. ഇറങ്ങിക്കോട്ടാ. അപ്പൊ നമ്മൾ ലാവിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ ഓയിൽ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു 10 മിനിറ്റ് ചെറിയ രീതിയിൽ ഒരു മസാജും കൂടി കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് ഹെയർ ഗ്രോത്തിനും അതേപോലെ തന്നെ എല്ലാത്തിനും നല്ലതാണ്. ലിയോ ലാവി ഇവിടെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour കഴിഞ്ഞതിന് ശേഷം ഏത് ഷാമ്പു ഉപയോഗിച്ചിട്ടാണോ ഇവരെ കുളിപ്പിക്കുന്നത് ആ ഷാമ്പു ഉപയോഗിച്ചിട്ട് നല്ലപോലെ കുളിപ്പിച്ച് ഈ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ലിയോ ഒരു മിനിറ്റ് അത് ലാവിനെ മൈൻഡ് ചെയ്യാത്തോണ്ടാട്ടോ. അപ്പൊ ലിയോ ലാവിനെ കുളിപ്പിക്കുന്ന വീഡിയോ എത്രയോ തവണ
നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഈ തവണ ഞാൻ അത് ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവരെ കുളിപ്പിക്കും. അതാണ് ഞങ്ങൾ യൂഷ്വലി ചെയ്യുക. പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള കാര്യം, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് ആരും കാണരുത്. കാരണം നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാറില്ല. ലിയോ ലാവിക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മാത്രമാണ് നിങ്ങളെ കാണിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളെ ഡോഗ്സിന് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ സ്കിന്നും കോട്ടൊക്കെ നല്ല അടിപൊളി ആവണമെങ്കിലോ ഒക്കെ നിങ്ങൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും. അതിന് ലിയോ ലാവി ഗ്യാരണ്ടിയാണ്. അപ്പം ഇത് 180 ml ഒരു ബോട്ടിലാണ്. 264 രൂപയാണ് വരുന്നത്. ഒരു മിനിറ്റ് സബ്സ്ക്രൈബ് ചെയ്യാറോന്ന് പറഞ്ഞോട്ടെ. ഇത് എല്ലാ പെറ്റ് ഷോപ്പുകളിലും പെറ്റ് ഹോസ്പിറ്റൽസിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈനിലും നിങ്ങൾക്ക് കിട്ടും. ഓൺലൈനിൽ കിട്ടുന്നതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ. ഹായ്. അപ്പോൾ ഞങ്ങളിതേ ഫ്ലിമാറ്റിക് ഓയിലൊക്കെ യൂസ് ചെയ്ത് നല്ലപോലെ കുളിച്ച് ഡ്രൈ ആയി. ഇത് പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലിമാറ്റിക് ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമുള്ള ലാവിയുടെയും ലിയോയുടെയും സ്കിന്ന് ഞാൻ കാണിച്ചു തരാം. അല്ല ലാവി, നമുക്ക് കാണിച്ചു കൊടുക്കാം. ലാവിൻ്റെ കോട്ടും സ്കിന്നും ഒക്കെ കാണിച്ചു തരാനായിട്ട് നല്ല ഗുഡ് ഗേൾ ആയിട്ട് കിടന്ന് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. അതാ നല്ല ഷൈനിങ് ആയിട്ടുണ്ട് സ്കിന്ന്. കണ്ടോ, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ലാവിയുടെ ഈ സ്കിന്നിൻ്റെ ഉള്ളിലൊന്നും ഡ്രൈനെസ്സോ അതേപോലെ ഡാൻഡ്രഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമുക്കിനി ലിയോക്കുട്ടൻ്റെ സ്കിന്ന് കാണിക്കാം. ലിയോൻ്റെ കണ്ടോ, ലിയോൻ്റെ കോട്ട് കണ്ടോ, നല്ല ഷൈനിങ് ആയിട്ടുണ്ട് ലിയോൻ്റെ കോട്ടും. പിന്നെ നമുക്ക് ലിയോന് ഡാൻഡ്രഫ് ഉണ്ടോ ഡ്രൈനെസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഡ്രൈനെസ് ഇല്ല, അതേപോലെ ഡാൻഡ്രഫ് ഇല്ല, ഒന്നുമില്ല ലിയോന്. ചിലപ്പം ഞങ്ങളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ നല്ല റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലല്ലാവേ? Oi.